ഹായ് മക്കളെ, ഈ വീഡിയോ +1 നിന്ന് യാത്രയപ്പ് കിട്ടി +2 എത്താത്ത കുട്ടികൾക്കാണ്. അതായത് ആക്ച്വലി +1 എക്സാം ഇപ്പോൾ കഴിഞ്ഞ് വെറുതെ വീട്ടിൽ ചൊറിയും കുത്തിയിരുന്ന് ഫോണും കളിച്ചിരിക്കുന്ന കുട്ടികൾക്കുള്ളതാണ്. പല കുട്ടികളും ചോദിക്കുന്ന ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 എക്സാമിൻ്റെ പല സബ്ജക്റ്റും ടഫായിരുന്നു. അത് സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ. സയൻസിൻ്റെ കേസിലൊക്കെ മാത്സ് കിഡിലൻ ടഫായിരുന്നു. ഇനിയിപ്പോൾ ഇംഗ്ലീഷിനായാലും ഫിസിക്സിനായാലും കെമിസ്ട്രിക്കായാലും ഇനിയിപ്പോൾ എക്കണോമിക്സ് പോലുള്ള സബ്ജക്ട്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലൊക്കെ ടഫായിട്ടുണ്ട്. അപ്പോൾ പല കുട്ടികളും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു എക്സാം ഉണ്ടെന്ന് അറിയാം, അത് എന്നായിരിക്കും, അതുമായി ബന്ധപ്പെട്ട ഡേറ്റുകളും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് കൺസേൺ ഉണ്ട്. മറ്റൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഇത്തവണ +1 സിലബസ് മാറുന്നൊക്കെ പല ന്യൂസും കണ്ടിരുന്നു. അപ്പോൾ സിലബസ് മാറിയാൽ ഞങ്ങളെ ബാധിക്കുമെന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ ക്ലാരിറ്റി ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് ഇപ്പോൾ തന്നെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് അത് എന്തായിരുന്നു ടഫ് എന്ന് ക്ലിയറായി പറയണേ, ഞങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. സോ സ്റ്റാർട്ട് ചെയ്യാം. വേഗം +1 കൂടെ പഠിച്ച ഫ്രണ്ട്സിനൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. സോ സ്റ്റാർട്ട് ചെയ്യുന്നു. +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം. അപ്പോൾ ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ സ്വാഭാവികമായിട്ട് സംഭവിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +1 എക്സാം കഴിയുന്നു, വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ +2 പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അതിൻ്റെ കൂടെ ആയിരുന്നു. അതായത് ഒരു ജൂൺ, ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസങ്ങളിലായിരുന്നു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം. എന്നാൽ കഴിഞ്ഞ വർഷം തൊട്ട് 2025 തൊട്ട് അതിലൊരു മാറ്റം വന്നു. 2025 തൊട്ടുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടക്കുന്നത് എന്നായിരിക്കുന്നു, മാർച്ചിലാണ്. അതായത് നിങ്ങൾ +2 എക്സാം എഴുതുന്ന മാർച്ചിലായിരിക്കും, അതേ മാർച്ചിലായിരിക്കും +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം. അതിനി മാറ്റം നിങ്ങൾ ഒരു കാരണവശാലും പ്രതീക്ഷിക്കേണ്ട. അത് ഇനി മുതൽ അങ്ങനെയാണെന്നാണ് കഴിഞ്ഞ വർഷം തൊട്ട് കിട്ടിയ അറിയിപ്പ്. അതിനർത്ഥം മാർച്ചിലായിരിക്കും, അതായത് +2 എക്സാം എഴുതുന്ന അതേ മാസമായിരിക്കും നിങ്ങൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുക. അതിൽ മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. സ്വാഭാവികമായിട്ട് അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചായിരിക്കും അടുത്ത കൺസേൺ ഉണ്ടാവുക. അപ്പോൾ അതിലെ കാര്യത്തിൽ നിങ്ങൾക്ക് ആക്ച്വലി കുറച്ച് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ആദ്യം വരെ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമാണ്, അതിൻ്റെ റിസൾട്ടാണ് കേട്ടോ. 2025 മെയ് 5 എന്തുണ്ടായിരുന്നു, മെയ് 5 +1 ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നു. അതിന് ശേഷമാണ് +2 എക്സാമിൻ്റെ റിസൾട്ട് വന്നത്. അത് മെയ് 22 ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. മേ ബി 1 or 2 days അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇതാണ് സംഭവം. അപ്പം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമും +2 എക്സാമും നിങ്ങൾ ഒരുമിച്ചാണ് എഴുതുന്നത്. അതിൽ +1 ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് ആദ്യം വരും. അതിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അതേപോലെ ഉണ്ടാവും. അതായത് നിങ്ങൾ ഇത്തവണ മാർച്ചിൽ എഴുതിയ എക്സാം ഇല്ലേ, അതിൻ്റെ റിസൾട്ട് അതേപോലെ ഉണ്ടാവും. അതിന് ഇമ്പ്രൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്തുള്ളൂ, അതിൽ ആഡ് ആവുള്ളൂ. കുറയുന്ന പരിപാടി ഇല്ല കേട്ടോ. അതായത് ഈ മാർച്ചിൽ കിട്ടിയ മാർക്ക് എന്താണ്, സേഫാണ്, ഗ്യാരണ്ടിയാണ്. അപ്പോൾ ആ സംശയം പേടി നിങ്ങൾക്ക് വേണ്ട. ഇത്തവണ മാർച്ചിൽ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ മാത്സിൽ 60 നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 30 വിചാരിക്കുക. ആ 30 നിങ്ങൾക്ക് എന്തായാലും അവിടെ തന്നെ ഉണ്ടാവും. അത് ഇനി കുറയില്ല കേട്ടോ. നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുറയില്ല. റീവാലുവേഷൻ എഴുതിയാലും അത് കുറയാനൊന്നും പോകുന്നില്ല. ഇനി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ അത് 35 out of 60 ആക്കി എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 5 മാർക്ക് കൂടി. അതാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതിക്കോ, നിങ്ങൾ ഇപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ മതി. ആൻഡ് ആ റിസൾട്ട് എടുത്തിട്ട് അതിൻ്റെ കൂടെ +2 റിസൾട്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടായിരിക്കും റിസൾട്ട് വരാൻ പോകുന്നത്. ആ ടൈം ലൈനിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഡേയ്സ് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത വർഷം മാറുന്നേ ഉള്ളൂ. ഇനി അടുത്ത സംശയം ആ സിലബസ് മാറുന്നതിനെ കുറിച്ചാണ്. സിലബസ് മാറുന്നതിനെ കുറിച്ച് ഈ വർഷം എന്ത് ചെയ്തില്ല, ഒഫീഷ്യലായിട്ട് ഇതുവരെ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. ഇനി അപ്ഡേറ്റ് വന്നാലും ഈ വരുന്ന +1ൻ്റെ സിലബസ് മാറിയാലും നിങ്ങൾക്ക് പഴയ സിലബസ് പ്രകാരം തന്നെ ആയിരിക്കും എന്തുണ്ടാവുക, എക്സാം ഉണ്ടാവുക. അത് അങ്ങനെ തന്നെ കേട്ടോ. കോളേജുകളിലൊക്കെ അങ്ങനെയാണ് സംഭവിക്കുക. ഫോർ എക്സാമ്പിൾ സാറിപ്പോൾ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് സാറിനിപ്പോൾ +1 ഒരു എക്സാമോ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമോ എഴുതണമെങ്കിൽ ഞാൻ ഏത് സിലബസാണോ പഠിച്ചത് അത് തന്നെ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരുമിച്ച് എക്സാം നടക്കുന്ന സമയത്തും നിങ്ങൾക്ക് എന്തായിരിക്കും, ഡിഫറെൻറ്റ് പേപ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അക്കാര്യത്തിനും പേടി വേണ്ട. പുതിയ സിലബസ് പഠിക്കണമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമ്മൾ പഠിച്ച സിലബസ് തന്നെ ആയിരിക്കും ചോദ്യം ഉണ്ടാവുക. അതാണ് ഫെയർ. അത് തന്നെ ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി ഉണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒഫീഷ്യലായി ഡാറ്റ വരുന്നവരെ നിങ്ങൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ട. എനിക്ക് പറയാനുള്ളതാണ്, ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ട. +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്നാന്ന് ഒഫീഷ്യലി പറഞ്ഞിട്ടില്ലെങ്കിലും അത് മാർച്ച് എക്സ്പെക്ട് ചെയ്ത് അതിൽ എനിക്ക് 100% കൺഫർമേഷൻ വേണേൽ പറയാം. എന്നാൽ സിലബസ് മാറുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൽ നിങ്ങളെ മാർക്ക് കുറയോ അല്ല അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അപ്പോൾ കൺസേൺ വേണ്ട. അങ്ങനെ ഒരു ഒഫീഷ്യൽ സാധനം തന്നെ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല. ആൻഡ് അതിൻ്റെ ഒരു ഇളവ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ടെൻഷൻ അടിക്കേണ്ട. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനി എഡ്യൂപോർട്ട് +2 സൂപ്പർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ബാച്ച് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും നിങ്ങൾക്ക് 5499 ഫീസിൽ +2ൻ്റെ ക്ലാസ് ഇതാ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ April 22 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു വീക്ക് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ എന്നാണോ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ആ വീക്കിലുള്ള ബാച്ചിൽ ജോയിൻ ചെയ്യാം. ജസ്റ്റ് താഴെ കാണുന്ന ലിങ്കിൽ ഫോം ഉണ്ടാവും. ആ ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതി കേട്ടോ.